ഹായ് ഹലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു കാർട്ടൂൺ മങ്കി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൊച്ചുകുട്ടിയൊക്കെ പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ക്രാഫ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ക്ലേക്കൊന്നും വലിയ കാശ് ചിലവൊന്നുമില്ലല്ലോ. മാത്രമല്ല മൊബൈൽ ഫോണും കൊണ്ട് ഏറ്റവും കൂടുതൽ ടൈം കുട്ടികൾ വെറുതെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ നല്ല നിമിഷങ്ങൾ. പകരമായിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ കുട്ടികളെ ഒന്ന് എന്താ പറയുക, നമ്മൾ വേണ്ട പ്രോത്സാഹനവും കാര്യമൊക്കെ കൊടുത്താൽ കുട്ടികളിത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കും. ആദ്യമൊക്കെ പെർഫെക്ഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ്. കാരണം ഞാൻ മിക്കപ്പോഴും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുള്ളത് വളരെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് കാണിച്ചു തരുമോ ചേച്ചി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു കാർട്ടൂൺ മങ്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ടും ക്രാഫ്റ്റ് ചെയ്യുന്നത് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ സമയത്തൊന്നും ഫോൺ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിന് നമുക്ക് നേരിട്ട് ഇനി വർക്കിലേക്ക് കിടക്കാം. ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലേ ആണ്. ഇത് തന്നെ അൾട്രാ ലൈറ്റ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതാണ് കുട്ടികൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, തീർത്തും ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട, കാരണം അവർ വായിലൊക്കെ ഇട്ട് കളയും. ഒരു 5-6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് നമുക്കിത് ഏറ്റവും കുറച്ച് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒട്ടും ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ കൊടുക്കരുത്. കാരണം എന്തായാലും കുറച്ച് കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യാൻ കൊടുക്കരുത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ മൗൾഡ് ചെയ്യാനൊക്കെ വളരെ വളരെ എളുപ്പമാണ്, വളരെ സോഫ്റ്റാണ്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പശവയുടെ ആവശ്യം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഈ അടിയിൽ ഇങ്ങനെ ഒരു ഫിക്സിങ് കൊടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചപ്പോൾ ഞാനിത് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു. അപ്പോൾ വെയിറ്റ് കാരണം, തല ഇങ്ങനെ ചെരിച്ച് വെച്ചത് കാരണം ആ വെയിറ്റ് കൊണ്ട് ഇത് കുറച്ചിങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ചെരിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ തൽക്കാലത്തേക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ വർക്കൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവൻ ഇരുന്നോട്ടെ. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലേയുടെ കൂടെ ഈ ഒരു ഏകദേശം ഈക്വലായിട്ടുള്ള കളറാണ്, ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് എമൗണ്ട് അധികം കിട്ടുകയും ചെയ്യും അല്ലേ. പിന്നെ ഞാൻ ഇതോടൊപ്പം തന്നെ പിന്നെ ചേർക്കാൻ പോകുന്നൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു റോസ് കളർ കൂടെ ഞാൻ ചേർക്കണം കേട്ടോ. എനിക്ക് കുറച്ച് എമൗണ്ട് അധികം വേണം, അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. കാരണം ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് കണ്ടാൽ മനസ്സിലാകുന്നില്ല, ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, അത് നല്ല വിലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് 2-3 കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ, പക്ഷേ കുറച്ചധികം നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ കുറച്ച് ഡാർക്കായി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതോടൊപ്പം നമുക്ക് കുറച്ച് ബ്ലാക്കും കൂടെ ചേർക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടാനായിട്ട്. പിന്നെ രണ്ടും ഒരേപോലത്തെ മങ്കി വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ വെറൈറ്റി മങ്കി ആക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പോട്ടെ, നമുക്കിതിപ്പം ചെറിയൊരു കളർ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർ കളറും നല്ല അത് മിക്സ് ചെയ്യേണ്ട കളറും എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി കേട്ടോ. ഞാനിങ്ങനെ ഒത്തിരി ഉണ്ടാക്കി നോക്കുന്നത് കൊണ്ടാണ് അങ്ങ് കഴിഞ്ഞു പോയത്. ഇതുകൊണ്ട് വേറെയും കുറേ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ കളറാണ് കേട്ടോ. ഈ ഒരു ക്ലേയുടെ പ്രത്യേകത ഉണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ക്ലേയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷാർപ്പ് പോലെ കിട്ടണമെന്നില്ല. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ വലിഞ്ഞു പോകും. അതാണ് ഇത് വളരെ സോഫ്റ്റാണ്. പറയാൻ പോകുന്നത് നമുക്ക് ബോഡി പാർട്ട് വേണം. ഇതാണ് ബോഡിക്ക് വേണ്ടുന്ന ഭാഗം എടുക്കുന്നത്. പുരുഷന്മാരുടെ കയ്യിലൊക്കെ ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ കണ്ടിട്ടില്ല, അതുപോലത്തെ ഷേപ്പാക്കി വയ്ക്കുക. അതായത് ഒരു താമരമുട്ടിൻ്റെ ഷേപ്പാക്കുക, കണ്ടോ ഇതുപോലെ. അപ്പോൾ അതിനെ നമുക്ക് ഇതായി ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇത് കൊടുക്കാം. ചിലപ്പോൾ 1-2 തവണയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. എന്നിട്ട് നമുക്കിങ്ങനെ വെക്കാം, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് അതായത് നമ്മൾ സംഭവം ഇരിക്കുന്ന തരത്തിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന സമയത്ത് വയറിനൊരു ചെറിയ മടക്ക് പോലെയൊക്കെ വരില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ മടക്കമൊക്കെ കൊടുക്കാം വയറിന്. അതിനിപ്പോൾ എന്തായാലും കാണാനൊന്നും പോകുന്നില്ല, ശരിക്കും വിസിബിളായിട്ട് കാണണമെന്നൊന്നുമില്ല. പിന്നെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വയറിൻ്റെ പോർഷൻ നമുക്ക് ഒരു ഇത് കൊടുക്കണമല്ലോ. ഇത്ര എമൗണ്ടൊന്നും വേണ്ട, വളരെ ചെറിയ എമൗണ്ടേ വേണ്ടൂ.
ഇപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഹോളിട്ട് കൊടുക്കാം. ഓക്കെ, വയറണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഡ്രൈ ചെയ്യാനാണ്. നമ്മൾ സാധാരണയായിട്ട് ഇത് നമുക്ക് ഉണക്കിയെടുക്കേ വേണ്ടൂ. അപ്പോൾ ഞാനിത് അത്രയും സമയം വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു ഹോട്ട് എയർ ഗണ്ണ് വെച്ച് പെട്ടെന്നൊന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇനി വേണ്ടത് ഇതുപോലെ നമുക്ക് ഇത് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് കാല് ഏത് ഷേപ്പിലാണോ വെക്കേണ്ടത് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് കാല് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ടാണ്. ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ് കേട്ടോ കാലുണ്ടാക്കാൻ. കാലിൻ്റെ പോർഷൻ ഇച്ചിരി വണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. ബോഡിയുടെ സൈസ് വെച്ചിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല, അതാണ് പറ്റിയത്. പക്ഷെ സാരമില്ല, നമ്മളൊരു കാർട്ടൂൺ കഥാപാത്രത്തെ ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ അതൊരു വലിയ പ്രശ്നമല്ല. ാണ് ഫേസ് നമ്മൾ ചെയ്യൽ. സാധാരണ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫേസ് ചെയ്തെടുക്കാനായിട്ടെന്ന്. സത്യത്തിലല്ല കേട്ടോ, ഫേസ് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 2 കളർ എടുക്കുക. ഇതുമല്ലേ നമ്മളിപ്പോൾ കളർ ഓൾറെഡി എടുത്തത്. അപ്പോൾ ആ 2 കളർ എടുക്കുക. കണ്ടോ, അതായത് റൗണ്ട് ഷേപ്പല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം, റോൾ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. സെയിം മെത്തേഡിൽ അടുത്തതും ചെയ്യാം. എന്നിട്ട് അവ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് തല അവിടെ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെവി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചെവി ഉണ്ടാക്കി ഇതിന് പ്രത്യേകിച്ചിട്ട് ഇതേ ടൂള് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനൊരു റൗണ്ട് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എടുക്കുക. ഇത് ഇങ്ങനെ ഞാൻ ഇതൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ചെവി രണ്ടും നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മൂക്കിൻ്റെ ചെറിയൊരു പോർഷൻ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് നമ്മളിപ്പോൾ നേരത്തെ പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഞാനതിനെ വാലുമ്മിൽ കയറ്റി ഇരുത്തിക്കുവാണ് കേട്ടോ ചെയ്തത്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതിക്കഴിഞ്ഞാൽ പോലും ഇത് പാറിപ്പോവും, കാരണം അത്രയും വെയ്റ്റ്ലെസ് ആണിത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത്, ഞാൻ ഇതൊന്ന് പിടിച്ചിട്ട് മാത്രം ഹോട്ട് എയർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി വേണ്ടത് നമുക്ക് കണ്ണിൻ്റെ പോർഷൻ ഉണ്ടാക്കണം. കുഴിച്ചു കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു തവണ എവിടെയും കൊട്ടിപ്പോയാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒട്ടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്താൽ മതിയാവും. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി വാ ഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ ഈ 2 മങ്കിക്കൂട്ടന്മാരും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ കാലിൽ ഇച്ചിരി ബലം കുറഞ്ഞു വരും കേട്ടോ. അതാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത്. കാരണം വെയിറ്റുള്ള ഭാഗത്തേക്ക് അത് ശരിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ നന്നായിട്ടില്ലേ. നമുക്ക് ഷോക്കേസിലൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ മോഡൽ ഉണ്ടാക്കിയിട്ട് വെക്കാം. നമുക്കിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര കാശ് വേണമെന്നറിയോ ഒരു ഷോപ്പിൽ പോയിട്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ.
നമ്മളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് വയ്യ, എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കുന്നതുകൊണ്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒത്തിരി കാശ് കൊടുത്ത് പലതും വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ എന്തായാലും കളിപ്പാട്ടൊക്കെ അവർ പെട്ടെന്ന് നശിപ്പിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നശിപ്പിക്കും. അതുപോലെ തന്നെ ഇത്തരം കളിപ്പാട്ടങ്ങളായാലും നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പൊട്ടിച്ചാൽ മാത്രമാണ് ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് നാളൊക്കെ നിൽക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളെ കൂടിയിട്ട് അവർക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റും ഇതിലേക്ക് നന്നായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഇനി വീണ്ടും ക്രാഫ്റ്റുമായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.